നമസ്കാരം. NCTVയുടെ വാർത്തകൾ ഇതുവരെ എന്ന ന്യൂസ് ബുള്ളറ്റിനിലേക്ക് സ്വാഗതം. ഇന്നത്തെ പ്രധാന വാർത്താ സംഭവങ്ങൾ നോക്കാം. കാർഷിക സമൃദ്ധിയുടെയും വിളവെടുപ്പിന്റെയും പ്രതീകമായി മലയാളി ഇന്ന് വിഷു ആഘോഷിക്കുന്നു. കണിക്കൊന്നയുടെ മഞ്ഞപ്പട്ടുടുത്ത പ്രകൃതിയും ഐശ്വര്യത്തിന്റെ വിഷുക്കണിയും കൈനീട്ടവും സദ്യയുമായി ഓരോ മലയാളി മനസ്സുകളിലും ഇന്ന് പുത്തൻ പ്രതീക്ഷകളുടെ പുലരിയാണ്. രാവും പകലും തുല്യമായ വിഷുവം എന്ന സങ്കല്പത്തിൽ നിന്നാണ് വിഷു എന്ന പേരുണ്ടായത്. കഷ്ടതയുടെ കാലം മാറി സമൃദ്ധിയുടെയും സമാധാനത്തിന്റെയും പുലരിയിലേക്കുള്ള ചുവടുവെപ്പായാണ് ഈ ദിനം ആഘോഷിക്കപ്പെടുന്നത്. നിലവിളക്കിന്റെ വെളിച്ചത്തിൽ ഓട്ടുരുളിയിലൊരുക്കിയ കണിക്കൊന്നയും കണിവെള്ളരിയും വാൽക്കണ്ണാടിയും പൊന്നും കോടിമുണ്ടും കണ്ട് മലയാളികൾ ഇന്ന് പ്രഭാതത്തിലേക്ക് ഉണർന്നു. ഭഗവാൻ ശ്രീകൃഷ്ണന്റെ വിഗ്രഹത്തിന് മുന്നിൽ സർവ്വ ഐശ്വര്യങ്ങളും സമർപ്പിക്കുന്ന കണികാണൽ ചടങ്ങ് ഭക്തി നിർഭരമായി. തുടർന്ന് കുടുംബാംഗങ്ങൾ തമ്മിൽ സ്നേഹത്തിന്റെ പ്രതീകമായി കൈനീട്ടം കൈമാറി. ഓണം വിരിപ്പ് കൃഷിയുമായി ബന്ധപ്പെട്ടാണെങ്കിൽ വിഷു വേനൽ പച്ചക്കറി വിളകളുമായി ബന്ധപ്പെട്ടതാണ്. സദ്യയ്ക്ക് മുൻപായി നിലം ഉഴുതുമറിച്ച് നടത്തുന്ന ചാലിടിൽ ചടങ്ങ് കാർഷിക സംസ്കാരത്തിന്റെ തനിമ വിളിച്ചോതുന്നു. വിഷുക്കരിക്കൽ, വിഷുവേല, പത്താമുദയം എന്നിവയും മാറ്റച്ചന്തകളും പഴയകാലത്തിന്റെ ഓർമ്മ പുതുക്കലുകളായി ഇന്നും നിലനിൽക്കുന്നു. ശ്രീകൃഷ്ണൻ നരകാസുരനെ വധിച്ചതിന്റെയും രാവണനുമേൽ ശ്രീരാമൻ നേടിയ വിജയത്തിന്റെയുമൊക്കെ ഐതിഹ്യങ്ങൾ വിഷുവിനുണ്ട്. രാവണവധത്തിന് ശേഷം സൂര്യൻ നേരെ ഉദിക്കാൻ തുടങ്ങിയതിന്റെ ഓർമ്മ പുതുക്കലായും വിഷുവിനെ കരുതുന്നു. ഏതു വേനലിലും പൂത്തുനിൽക്കുന്ന കണിക്കൊന്ന പോലെ വരും വർഷം മുഴുവൻ ഐശ്വര്യപൂർണമാകട്ടെ എന്ന പ്രാർത്ഥനയിലാണ് ലോകമെമ്പാടുമുള്ള മലയാളികൾ. വാസുപുരം മഹാവിഷ്ണു ക്ഷേത്രത്തിലെ മോഷണം, 15കാരൻ പിടിയിൽ. മറ്റത്തൂർ വാസുപുരം മാനാട്ടുകുന്ന് ക്ഷേത്രത്തിൽ മോഷണം നടത്തിയ 15കാരനെ റൂറൽ പോലീസിന്റെ നേതൃത്വത്തിൽ പിടികൂടി. മാർച്ച് 7 പകൽ 11 ആളൂർ മാനാട്ടുകുന്ന് ഹനുമാൻ നവഗ്രഹ ക്ഷേത്രത്തിൽ ആദ്യ മോഷണം നടത്തിയത്. ശ്രീകോവിലിനുള്ളിൽ സൂക്ഷിച്ചിരുന്ന 1.25 പവൻ വരുന്ന 2 സ്വർണ്ണമാലകളും കൗണ്ടറിൽ നിന്ന് 2500 രൂപയും മോഷ്ടിച്ചു. കഴിഞ്ഞ 10 മറ്റത്തൂരിലെ വാസുപുരം മഹാവിഷ്ണു ക്ഷേത്രത്തിലും സമാന രീതിയിൽ മോഷണം നടത്തിയിരുന്നു. ചുറ്റമ്പലത്തിന്റെ ഓട് പൊളിച്ച് അകത്തുകടന്ന് താക്കോലെടുത്ത് ശ്രീകോവിൽ തുറന്ന് വിഗ്രഹത്തിൽ ചാർത്തിയിരുന്ന 4 ഗ്രാം സ്വർണ്ണമാലയും 10 ഗ്രാമിന്റെ വെള്ളിമാലയും അപഹരിച്ചു. തിരൂരിൽ നിന്നാണ് കുട്ടിയെ പിടികൂടിയത്. കുട്ടിക്കെതിരെ ബാലനീതി നിയമപ്രകാരമുള്ള നടപടികൾ സ്വീകരിക്കുമെന്ന് പോലീസ് പറഞ്ഞു. ഇരിങ്ങാലക്കുട DYSP M സന്തോഷ് കുമാർ, ആളൂർ പോലീസ് സ്റ്റേഷനിലെ SI മനു, GSI ജയകൃഷ്ണൻ, GASIമാരായ ES ജീവൻ, ഷിജോ തോമസ്, GSCPO കൃഷ്ണദാസ്, സനില എന്നിവരാണ് അന്വേഷണ സംഘത്തിൽ ഉണ്ടായിരുന്നത്. സംസ്ഥാനത്ത് കനത്ത ഉഷ്ണതരംഗം തുടരുന്നു. വരും ദിവസങ്ങളിലും ചൂടിന് ശമനമുണ്ടാകില്ലെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് മുന്നറിയിപ്പ് നൽകി. ഇതിനിടെ സംസ്ഥാനത്തെ വൈദ്യുതി ഉപയോഗം സർവ്വകാല റെക്കോർഡിലെത്തിയത് കനത്ത ആശങ്കയ്ക്ക് ഇടയാക്കുന്നു. കേരളത്തിൽ അടുത്ത 5 ദിവസങ്ങളിൽ കാര്യമായ മഴയ്ക്ക് സാധ്യതയില്ലെന്നാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിന്റെ വിലയിരുത്തൽ. വയനാട്, ഇടുക്കി ജില്ലകളൊഴികെയുള്ള 12 ജില്ലകളിൽ യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. പാലക്കാട് ജില്ലയിൽ ശനിയാഴ്ച വരെ താപനില 40 ഡിഗ്രി സെൽഷ്യസ് വരെ ഉയർന്നേക്കാം. കൊല്ലം ജില്ലയിൽ 38 ഡിഗ്രി സെൽഷ്യസ് വരെ ചൂട് കൂടാൻ സാധ്യതയുണ്ട്. പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം, എറണാകുളം, തൃശൂർ, മലപ്പുറം, കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ താപനില 37 ഡിഗ്രി സെൽഷ്യസ് വരെ ഉയർന്നേക്കും. ചൂട് വർദ്ധിച്ചതോടെ സംസ്ഥാനത്തെ വൈദ്യുതി ഉപയോഗം നിയന്ത്രണാതീതമായി ഉയരുകയാണ്. കഴിഞ്ഞ തിങ്കളാഴ്ച വൈകിട്ട് വൈദ്യുതി ആവശ്യകത 5933 മെഗാവാട്ട് എന്ന സർവ്വകാല റെക്കോർഡിലേക്ക് എത്തിയിരുന്നു. ഉപയോഗം 6000 മെഗാവാട്ട് കടന്നാൽ സംസ്ഥാനം കനത്ത വൈദ്യുതി പ്രതിസന്ധിയിലേക്ക് നീങ്ങുമെന്ന് KCB മുന്നറിയിപ്പ് നൽകി. വരും ദിവസങ്ങളിൽ ഉപഭോക്താക്കൾ വൈദ്യുതി ഉപയോഗത്തിൽ നിയന്ത്രണം ഏർപ്പെടുത്തണമെന്നും അധികൃതർ ആവശ്യപ്പെട്ടു. വരന്തരപ്പിള്ളിയിൽ മോട്ടോർ സൈക്കിളും പണവും അപഹരിച്ച ശേഷം രാജ്യം വിട്ട പ്രതി കൊച്ചി അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ തിരിച്ചെത്തിയപ്പോൾ പോലീസ് അറസ്റ്റ് ചെയ്തു. വരന്തരപ്പിള്ളി തെക്കുമുറി സ്വദേശി കൊട്ടാരത്തിൽ വീട്ടിൽ 37 വയസ്സുള്ള സാഗറാണ് നെടുമ്പാശ്ശേരിയിലെ വിമാനത്താവളത്തിൽ അറസ്റ്റിലായത്. ഇയാൾക്കെതിരെ ലുക്കൌട്ട് സർക്കുലർ പുറപ്പെടുവിച്ചിരുന്നു. 2015 നവംബർ 25 രാത്രി 10:30 റൊട്ടിപ്പടിയിൽ വെച്ചാണ് വരന്തരപ്പിള്ളി സ്വദേശി വിമലിൽ നിന്നും 1000 രൂപയും മോട്ടോർ സൈക്കിളും ഭീഷണിപ്പെടുത്തി കവർച്ച ചെയ്തത്. മോട്ടോർ സൈക്കിൾ തിരികെ നൽകുന്നതിന് സാഗർ 10,000 രൂപയും ആവശ്യപ്പെട്ടിരുന്നു. സംഭവശേഷം 10 വർഷത്തിലേറെയായി ഇയാൾ ഒളിവിൽ പോവുകയായിരുന്നു.
ഖത്തറിലായിരുന്ന സാഗർ നെടുമ്പാശ്ശേരി എയർപോർട്ടിൽ വന്നിറങ്ങിയപ്പോൾ ലുക്കൌട്ട് സർക്കുലർ പ്രകാരം ഇമിഗ്രേഷൻ ഉദ്യോഗസ്ഥർ പ്രതിയെ തടഞ്ഞുവെച്ച് വിവരം തൃശൂർ റൂറൽ ജില്ലാ പോലീസ് മേധാവിയെ അറിയിക്കുകയായിരുന്നു. തുടർന്ന് പ്രത്യേക അന്വേഷണ സംഘത്തെ നെടുമ്പാശ്ശേരിയിലേക്ക് അയച്ച് പ്രതിയെ അറസ്റ്റ് ചെയ്ത് വരന്തരപ്പള്ളി പോലീസ് സ്റ്റേഷനിലെത്തിച്ചു. നടപടിക്രമങ്ങൾക്ക് ശേഷം കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ റിമാൻഡ് ചെയ്തു. തൃശൂർ റൂറൽ ജില്ലാ പോലീസ് മേധാവിയുടെ നേതൃത്വത്തിൽ വരന്തരപ്പള്ളി പോലീസ് സ്റ്റേഷൻ SHO KN മനോജ്, GSI സുനിൽകുമാർ, GSPO രാകേഷ് എന്നിവരടങ്ങിയ സംഘമാണ് പ്രതിയെ പിടികൂടിയത്. മണ്ണമ്പേട്ട ശാന്തിനഗർ റോഡിൽ പൈപ്പ് പൊട്ടി വെള്ളം പാഴാകുന്നു. ഉദ്ഘാടനം പോലും ചെയ്യാത്ത പുതിയ റോഡിൽ വെള്ളം കെട്ടിക്കിടക്കുന്നതോടെ റോഡ് തകരുമോ എന്ന ആശങ്കയിലാണ് നാട്ടുകാർ. സംഭവത്തിൽ പ്രതിഷേധവുമായി BJP പ്രവർത്തകരും രംഗത്തെത്തി. മണ്ണമ്പേട്ട ശാന്തിനഗർ റോഡിൽ വാട്ടർ അതോറിറ്റിയുടെ പൈപ്പ് പൊട്ടിയതിനെ തുടർന്ന് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി ലിറ്റർ കണക്കിന് വെള്ളം പാഴാകുകയാണ്. പുതിയതായി നിർമ്മിച്ച റോഡിലൂടെയാണ് വെള്ളം കുത്തിയൊഴുകുന്നത്. ഉദ്ഘാടനം പോലും നടത്താത്ത ഈ റോഡിൽ വെള്ളം കെട്ടിക്കിടക്കുന്നതോടെ റോഡ് തകരുമോ എന്ന ആശങ്കയിലാണ് നാട്ടുകാർ. വെള്ളം തുടർച്ചയായി ഒഴുകുന്നതിനാൽ റോഡിന്റെ ഭാഗങ്ങളിൽ ചെളിയും വെള്ളക്കെട്ടും രൂപപ്പെട്ടിട്ടുണ്ട്. ഇത് വാഹനയാത്രയ്ക്കും അപകട സാധ്യത വർദ്ധിപ്പിക്കുന്ന സാഹചര്യമാണ് നിലവിലുള്ളത്. പൈപ്പ് സ്ഥാപിക്കുന്ന സമയത്ത് തന്നെ അപാകതകൾ ചൂണ്ടിക്കാട്ടിയിരുന്നുവെങ്കിലും ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർ അവഗണിച്ചുവെന്നാണ് പ്രദേശവാസികളുടെ പരാതി. വകുപ്പുകൾ തമ്മിലുള്ള ഏകോപനമില്ലായ്മയാണ് പ്രശ്നത്തിന് പ്രധാന കാരണമെന്നാണ് BJP ആരോപണം ഉന്നയിക്കുന്നത്. നിലവിലെ ശാന്തിനഗർ മണ്ണമ്പേട്ട റോഡ് 3.5 കിലോമീറ്ററോളം ദൂരം വരുന്ന ഈ റോഡ് 5 കോടി രൂപ ചെലവിട്ടിട്ടാണ് ഇപ്പം നിർമ്മാണം നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇത് ഉദ്ഘാടനത്തിന് മുൻപേ തന്നെ വാട്ടർ അതോറിറ്റിയുടെ പൈപ്പ് പൊട്ടിക്കൊണ്ട് ഒരുപാട് വെള്ളം ഇവിടെ പാഴായി പോവാണ്. ഈ ഒരു അവസ്ഥയാണ് ഇപ്പം നിലവിൽ. ഉദ്ഘാടനം ചെയ്യാത്ത ഈ റോഡിൽ പല അപാകതകളും ഞങ്ങൾ ചൂണ്ടിക്കാണിച്ചിട്ടുള്ളതാണ്. മുൻപ് PWD എയ്ഡ് എടുത്തും വാട്ടർ അതോറിറ്റി എയ്ഡ് എടുത്തും ഇതെല്ലാം ഇവിടുത്തെ നാട്ടുകാർ സൂചിപ്പിച്ചിട്ടുള്ളതാണ്. പക്ഷേ ഈ വകുപ്പുകൾ തമ്മിലുള്ള ഏകോപനമില്ലായ്മയുടെ ഒരു പരിണിത ഫലം കൂടിയാണ് ഇപ്പോൾ ഈ വെള്ളം ഇതേപോലെ പൊട്ടി പാഴായി പോകുന്നത്. മുൻപും കഴിഞ്ഞ 2 ആഴ്ച മുൻപും ഇതേ സംഭവം തൊട്ടടുത്ത സ്ഥലത്തുണ്ടായിട്ടുള്ളതാണ്. അവരത് പാച്ച് വർക്ക് ചെയ്ത് റോഡ് ഉദ്ഘാടനത്തിന് മുൻപേ തന്നെ റോഡ് പാച്ച് വർക്ക് ചെയ്യുന്ന അവസ്ഥയാണ് ഇപ്പോൾ നിലവിലുള്ളത്. ഇത് പരിഹരിക്കാനുള്ള നടപടികൾ ബന്ധപ്പെട്ട അധികാരികൾ എത്രയും പെട്ടെന്ന് ചെയ്യണം. ഇത് വെള്ളം ഈ വേനൽക്കാല സമയത്ത് ഇതേപോലെ കുടിവെള്ളം കിട്ടാത്ത ഒരു അവസ്ഥയിൽ ഇത്രയും വെള്ളം പാഴായി പോകുന്നത് നമുക്ക് കണ്ടു നിൽക്കാവുന്ന ഒരവസ്ഥ നിലവിലില്ല. സംഭവത്തിൽ പ്രതിഷേധവുമായി BJP പ്രവർത്തകർ രംഗത്തെത്തി. ഉദ്യോഗസ്ഥരുടെ അനാസ്ഥയാണ് ഇതിന് കാരണമെന്നും ഗുണമേന്മയുള്ള പൈപ്പ് സ്ഥാപിച്ച് അടിയന്തരമായി പ്രശ്നം പരിഹരിക്കണമെന്നും BJP പുതുക്കാട് പഞ്ചായത്ത് ജനറൽ സെക്രട്ടറി MC അജിത് കുമാർ ആവശ്യപ്പെട്ടു. ഇപ്പം ഈ പ്രശ്നം എന്ന് പറയുന്നത് സാധാരണക്കാരായ ജനങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ഒരു വിഷയമാണ്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അറ്റ വേനൽക്കാലമാണ്. മനക്കൽക്കടവ് ലിഫ്റ്റ് ഇറിഗേഷൻ പദ്ധതി വർക്ക് ചെയ്യുന്നില്ല. ആ സമയത്ത് കുടിവെള്ളത്തിന് പോലും ക്ഷാമം നേരിടുന്ന ഈ അവസരത്തിൽ ഇത് കേരള വാട്ടർ അതോറിറ്റിയുടെ ഉദ്യോഗസ്ഥരുടെ ഒരു അനാസ്ഥയാണ് നമുക്കിവിടെ കാണാൻ കഴിയുന്നത്. ഇത്തരം പ്രവർത്തികൾ ഇനിയും ആവർത്തിക്കാത്ത വിധത്തിൽ ഈ ഉദ്യോഗസ്ഥർക്ക്, ഈ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർക്ക് ഒരു പണിഷ്മെൻ്റ് എന്ന നിലയിൽ ഈ വിഷയത്തിൽ ഈ റോഡ് ഇത്രയും കോടിക്കണക്കിന് രൂപ ചെലവിട്ട് നിർമ്മിച്ച ഈ റോഡ് നാശമായിട്ടുള്ള നഷ്ടപരിഹാരവും അതുപോലെ തന്നെ ഈ വളരെയധികം ആളുകൾ കുടിവെള്ളത്തിന് ക്ഷാമം അനുഭവിക്കുന്ന സമയത്ത് ഈ വെള്ളം പാഴായി പോയാലുമുള്ള ഒരു പ്രശ്നം അവരുടെ കയ്യിൽ നിന്ന് തന്നെ ഇതിൻ്റെ നഷ്ടപരിഹാരം വാങ്ങി ജനങ്ങൾക്ക് കൊടുക്കണമെന്നാണ് ഈ അവസരത്തിൽ എനിക്ക് പറയാനുള്ളത്. വളരെ മോശമായിട്ടുള്ള ഒരു നിരുത്തരവാദപരമായിട്ടുള്ള ഒരു നിലപാടാണ് ഉദ്യോഗസ്ഥരുടെ കൈകൊണ്ടുള്ളത്. ഒരു പ്രവൃത്തി തുടങ്ങുന്നതിന് മുൻപ് അതിൻ്റെ അടിസ്ഥാന വിഷയങ്ങളായിട്ടുള്ള ഈ ക്വാളിറ്റി കുറഞ്ഞിട്ടുള്ള പൈപ്പുകൾ മാറ്റി അതിൻ്റെ അടിയിൽ കൂടെ നല്ല പൈപ്പ് ഉപയോഗിച്ചിട്ട് വേണം ഈ നിർമ്മാണ പ്രവൃത്തി ചെയ്യേണ്ടതായിരുന്നത്. അത് ഈ ഉദ്യോഗസ്ഥർക്ക് പറ്റിയിട്ടില്ല. അത് അവരുടെ ഭാഗത്ത് വന്നിട്ടുള്ള വലിയൊരു കഴിവുകേടാണ്. അത് നിരുത്തരവാദപരമായിട്ടുള്ള നിലപാടാണ് ഉദ്യോഗസ്ഥർ ചെയ്തിട്ടുള്ളത്. അവരെ ഏത് നിലയ്ക്കായാലും ഇത്തരം ഒരു പ്രവർത്തികൾക്ക് ശിക്ഷ നേടിക്കൊടുക്കുന്ന വിധത്തിലായിരിക്കണം സർക്കാരിൻ്റെ നടപടികൾ എന്നാണ് എനിക്ക് ആവശ്യപ്പെടാനുള്ളത്. തെക്കേതൊറവ് ശ്രീ പള്ളത്ത് മഹാവിഷ്ണു നരസിംഹമൂർത്തി ക്ഷേത്രത്തിൽ 15ാമത് ശ്രീമദ് ഭാഗവത സപ്താഹയജ്ഞത്തിന് ഭക്തിസാന്ദ്രമായ തുടക്കം. ഏപ്രിൽ 21 വരെയാണ് സപ്താഹയജ്ഞം നടക്കുന്നത്. ഭാഗവത ഹംസം ശ്രീ കൊളത്തൂർ പുരുഷോത്തമൻ സപ്താഹത്തിന് ആചാര്യസ്ഥാനം വഹിക്കുന്നു. യജ്ഞ ദിവസങ്ങളിൽ വൈകിട്ട് വിവിധ കലാപരിപാടികളും ഭക്തർക്കായി 3 നേരത്തെ അന്നദാനവും ക്ഷേത്രത്തിൽ ഒരുക്കിയിട്ടുണ്ട്. ഏപ്രിൽ 23 നടക്കുന്ന പ്രതിഷ്ഠാദിന ചടങ്ങുകൾക്ക് ക്ഷേത്രം തന്ത്രി ബ്രഹ്മശ്രീ അമ്പിഴിപ്പള്ളി ശ്രീകുമാർ ഭട്ടതിരിപ്പാട്, ശ്രീരാജ ഭട്ടതിരിപ്പാട്, ശ്രീ
ശ്രീ നടുവം ഹരിതിരുമേനി, മേൽശാന്തി ആമല്ലൂർ ത്രിവിക്രമൻ നമ്പൂതിരി എന്നിവർ മുഖ്യ കാർമ്മികത്വം വഹിക്കും. ഡിജിറ്റൽ ഇടപാടുകൾക്ക് നിയന്ത്രണം. ആശങ്കയോടെ ബാങ്കുകളും ഫിൻടെക് കമ്പനികളും. ഉയർന്ന തുകയുടെ ഡിജിറ്റൽ ഇടപാടുകൾക്ക് നിയന്ത്രണം കൊണ്ടുവരാനുള്ള റിസർവ് ബാങ്കിന്റെ നിർദ്ദേശം ബാങ്കുകളും ഫിൻടെക് കമ്പനികളും ആശങ്കയോടെ കാണുന്നു. RBI പുറത്തിറക്കിയ ഡിസ്കഷൻ പേപ്പർ പ്രകാരം 10,000 രൂപയ്ക്ക് മുകളിൽ വരുന്ന ഡിജിറ്റൽ ഇടപാടുകൾക്ക് UPI ഉൾപ്പെടെ 1 മണിക്കൂർ കാത്തിരിപ്പ് സമയം നിർദ്ദേശിച്ചിട്ടുണ്ട്. ഇത് നടപ്പിലായാൽ പണം അയച്ചാലും സ്വീകരിക്കുന്നവർക്ക് അത് ലഭിക്കാൻ 1 മണിക്കൂർ വരെ കാത്തിരിക്കേണ്ടി വരും. ഡിജിറ്റൽ തട്ടിപ്പുകൾ തടയുക എന്നതാണ് നിർദ്ദേശത്തിന്റെ ലക്ഷ്യം. 2024-25 സാമ്പത്തിക വർഷത്തിൽ മാത്രം 35,000 കോടി രൂപയുടെ തട്ടിപ്പുകളാണ് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. ഇതിൽ ഭൂരിഭാഗവും 10,000 രൂപയ്ക്ക് മുകളിലുള്ള ഇടപാടുകളാണ്. അതുകൊണ്ടാണ് ഈ പരിധി നിശ്ചയിച്ചതെന്ന് RBI വ്യക്തമാക്കുന്നു. എന്നാൽ ഈ നിയന്ത്രണം ഡിജിറ്റൽ പേയ്മെന്റ് രംഗത്തെ വളർച്ചയെ ബാധിക്കാമെന്നാണ് ബാങ്കിംഗ് മേഖലയിലെ വിലയിരുത്തൽ. തത്സമയ ഇടപാടുകൾ എന്ന ആശയമാണ് UPIയുടെ പ്രധാന ആകർഷണം. അത് തന്നെ ഇല്ലാതാക്കുന്ന രീതിയിലാകുമെന്നാണ് ആശങ്ക. പുതിയ നിയമം പ്രാബല്യത്തിൽ വന്നാൽ വലിയ തുകയുടെ ഇടപാടുകളിൽ പണം ലഭിച്ചോ എന്ന് ഉറപ്പാക്കാൻ ഉപഭോക്താക്കൾക്ക് കാത്തിരിക്കേണ്ടി വരും. അയക്കുന്നവർക്കും ആശങ്കകൾ ഉണ്ടാകാം. ഇപ്പോൾ തന്നെ IMPS, നെഫ്റ്റ് പോലുള്ള സംവിധാനങ്ങൾക്ക് ചില നിയന്ത്രണങ്ങൾ നിലവിലുണ്ടെങ്കിലും പുതിയ നിർദ്ദേശം UPI ഇടപാടുകളെയാകും കൂടുതൽ ബാധിക്കുക. വിശ്വസ്തരായ ഇടപാടുകാരെ പ്രത്യേകം ഉൾപ്പെടുത്തുന്ന സംവിധാനം പരിഗണിക്കുന്നുണ്ടെങ്കിലും സാധാരണ ഉപഭോക്താക്കൾക്ക് ഇത് ബുദ്ധിമുട്ടാകുമെന്നാണ് വിദഗ്ധരുടെ വിലയിരുത്തൽ. 10 വർഷം പിന്നിട്ട UPI സംവിധാനത്തിൽ 37 മുതൽ 38% ഇടപാടുകൾ വ്യക്തികൾ തമ്മിലാണ്. മൂല്യത്തിൽ ഇത് 60% വരെ എത്തുന്നു. തട്ടിപ്പുകൾ തടയാൻ മറ്റു മാർഗങ്ങൾ അന്വേഷിക്കേണ്ടതുണ്ടെന്നാണ് പൊതുവായ അഭിപ്രായം. കൂടാതെ തട്ടിപ്പുകാർ ഉപഭോക്താക്കളെ വിശ്വസിപ്പിക്കാൻ ദിവസങ്ങൾ എടുത്തേക്കുന്നതിനാൽ ഇത്തരം നിയന്ത്രണങ്ങൾ പൂർണ്ണമായ പരിഹാരമാകില്ലെന്നും ആശങ്ക ഉയർന്നിട്ടുണ്ട്. ഡിസ്കഷൻ പേപ്പറിനെ അടിസ്ഥാനമാക്കി ബാങ്കുകളും ഫിൻടെക് കമ്പനികളും അവരുടെ അഭിപ്രായങ്ങൾ RBIയെ അറിയിക്കുമെന്നാണ് സൂചന. ഇവ പരിഗണിച്ച ശേഷമായിരിക്കും അന്തിമ തീരുമാനം. കല്ലൂർ ആദൂർ പൊന്നേത്ത് പരമേശ്വരൻ നായർ ഭാര്യ രാധ അന്തരിച്ചു. 80 വയസ്സായിരുന്നു. സംസ്കാരം നടത്തി. കാലാവസ്ഥ. കൂടിയ താപനില 35 ഡിഗ്രി സെൽഷ്യസ്, കുറഞ്ഞ താപനില 26 ഡിഗ്രി സെൽഷ്യസ്. ചാലക്കുടി കൃഷ്ണ ജ്വല്ലറിയിൽ ഇന്നത്തെ സ്വർണ്ണവില. സ്വർണം ഗ്രാമിന് 14,240 രൂപയും പവന് 1,13,920 രൂപയും രേഖപ്പെടുത്തി. ഇതോടെ വാർത്തകൾ ഇതുവരെ എന്ന ന്യൂസ് ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നന്ദി, നമസ്കാരം.